ഹരേ കൃഷ്ണ. ധ്രുവന്റെ കഥയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത്. സ്വയംഭൂമനുവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. പ്രിയവ്രതനെന്നും ഉത്താനപാദനെന്നുമായിരുന്നു അവരുടെ പേര്. ഇതിൽ ഉത്താനപാദന് സുരുചി എന്നും സുനിധി എന്നും 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ സുരുചിയുടെ പുത്രന്റെ പേര് ഉത്തമനെന്നും സുനിധിയുടെ പുത്രന്റെ പേര് ധ്രുവനെന്നുമായിരുന്നു. ധ്രുവന്റെ മാതാവായ സുനിധിയോ തികഞ്ഞ വിഷ്ണുഭക്തയായിരുന്നു. സാത്വികയായ ആ സ്ത്രീയുടെ നേരെ വിപരീത സ്വഭാവമായിരുന്നു സുരുചിയുടേത്. അവൾ കൂടുതൽ അഴകുള്ളവളും ദുർഗുണങ്ങളുള്ളവളുമെല്ലാം ആയിരുന്നു. പക്ഷെ ഉത്താനപാദ മഹാരാജാവിന് കൂടുതൽ ഇഷ്ടം സുരുചിയോടായിരുന്നു. ഒരു ദിവസം സുരുചിയുടെ പുത്രനായ ഉത്തമൻ അച്ഛൻ്റെ മടിയിൽ ഇരുന്ന് കളിക്കുകയായിരുന്നു. ആ വേളയിൽ അവിടേക്ക് ധ്രുവൻ എത്തിച്ചേർന്നു. അച്ഛൻ്റെ മടിയിലേക്ക് കയറിയിരിക്കുവാൻ വേണ്ടി ധ്രുവകുമാരൻ വളരെയധികം ആഗ്രഹിച്ചു. ആ സമയത്ത് സുരുചി എന്ത് ചെയ്തു? പിതാവിൻ്റെ മടിയിൽ കയറിയിരിക്കുവാനുള്ള നിന്റെ ആഗ്രഹം ഈ ജന്മത്തിൽ നടക്കുകയില്ല എന്ന് തീർത്തു പറഞ്ഞു. ഇത് കേട്ടിട്ട് വളരെയധികം സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞുപോയി. വരും ജന്മത്തിലെങ്കിലും എൻ്റെ മകനായിട്ട് ഒരു പക്ഷേ നീ പിറക്കുകയാണെങ്കിൽ അതിനുവേണ്ടി നീ തപസ് ചെയ്യും എന്ന ക്രൂരമായ വാക്കുകളായിരുന്നു സുരുചി അവിടെ പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഉത്താനപാദൻ ഒന്നും മിണ്ടിയില്ല, ഒന്നും സംസാരിച്ചില്ല. അത് ഒന്നും കൂടി ധ്രുവന്റെ മനസ്സിനെ വളരെയധികം സങ്കടത്തിലേക്ക് ആഴ്ത്തി. അത്രയ്ക്കധികം ആസക്തനായിരുന്നു അവളുടെ സൗന്ദര്യത്തിൽ. സുരുചിയുടെ ശകാരമെല്ലാം കേട്ടുകൊണ്ട് വളരെയധികം ദുഃഖിച്ചുകൊണ്ട് ധ്രുവകുമാരൻ എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് സുനിധിയുടെ അടുത്തേക്ക് പോയി. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വിവരമെല്ലാം അറിഞ്ഞ മാതാവോ പുത്രനെ വളരെയധികം സമാധാനത്തോടു കൂടി ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പൂർവകർമ്മങ്ങളുടെ ഫലത്താലാണ് സുഖദുഃഖങ്ങൾ തന്നെ ഉണ്ടാകുന്നതെന്നും കർമ്മഫലത്തെ അതിജീവിക്കുവാൻ ഭഗവാനെ അഭയം പ്രാപിക്കുവാനുമായിട്ടാണ് സുനിധി പുത്രനെ ഉപദേശിച്ചത്. ഇതിൽ സുരുചിയിൽ നിന്നും നേരിട്ട അപമാനം ധ്രുവന്റെ കുഞ്ഞു ഹൃദയത്തിൽ അത്രയധികം വല്ലാത്ത മുറിപ്പാടിൽ ഏൽപ്പിച്ചിരുന്നു. വെറും 5 വയസ്സ് മാത്രം പ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ആ പൈതൽ അത്രയ്ക്കധികം വേദനിക്കുകയാണ് ചെയ്തത്. മാതാവിൻ്റെ വാക്കുകൾ ശിരസ്സ വഹിച്ചുകൊണ്ട് മാതൃപാദങ്ങളെ നമിച്ച് ഭഗവത് ദർശനം ലഭിക്കുവാൻ വേണ്ടി തപസ് ചെയ്യുവാൻ തുടങ്ങി. ആ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ മനസ്സിൽ. ഭഗവാൻ ആ ഓമന പൈതലിനെ മാർഗനിർദ്ദേശം നൽകുവാൻ വേണ്ടി ദേവർഷിയായ നാരദനെ ധ്രുവന്റെ അരികിലേക്ക് അയച്ചു. വിവിധ പരീക്ഷണങ്ങളിലൂടെ ധ്രുവന്റെ ദാർഢ്യം തിരിച്ചറിഞ്ഞ നാരദൻ അതിദിവ്യമായ മന്ത്രങ്ങളും തപോരീതികളും എല്ലാം ധ്രുവന് ഉപദേശിച്ചു കൊടുത്തു.
നീണ്ട യാത്രയ്ക്കൊടുവിൽ മധുവനത്തിലെത്തിയതിനു ശേഷം മധുവനത്തിലെത്തിയ കുമാരനോ വിശപ്പും ദാഹങ്ങളും എല്ലാം അവഗണിച്ചുകൊണ്ട് ഏകാഗ്ര മനസ്സോടുകൂടി ഭഗവാനെ അങ്ങ് ധ്യാനിക്കുവാൻ തുടങ്ങി. ബാലന്റെ തപസ്സങ്ങ് പുരോഗമിച്ചു വന്നു. കഠിന സാധനകളിൽ അങ്ങ് മുഴുകിയ ധ്രുവകുമാരൻ പ്രാണനെ കുംഭകാവസ്ഥയിൽ നിർത്തിയപ്പോൾ ലോകർക്കൊക്കെ ശ്വാസതടസ്സം നേരിടുകയാണ് ചെയ്തത്. ദേവന്മാർ പോലും ഉടൻ തന്നെ ഭഗവാൻ വിഷ്ണുവിനെ അങ്ങ് സമീപിച്ചു. അപ്പോൾ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് ധ്രുവൻ അങ്ങ് ദർശനമേകി. ഭഗവാൻ നാരായണനെ മുന്നിൽ കണ്ട മാത്രയിൽ കുമാരനോ ഏതുവിധം അദ്ദേഹത്തെ സ്തുതിക്കണമെന്നറിയാതെ അത്ഭുത സ്തബ്ധനായി അങ്ങ് നിലകൊണ്ടു. ധ്രുവന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ ഭഗവാൻ വാത്സല്യപൂർവം തൻ്റെ പാഞ്ചജന്യത്താൽ അവന്റെ കവിളിൽ അങ്ങ് താലോടി. അടുത്ത നിമിഷം ധ്രുവന്റെ ജ്ഞാന ചക്ഷുസ് തുറക്കുകയും അവൻ ഭഗവാനെ സ്തുതിക്കുകയും അങ്ങ് ചെയ്തു. സന്തുഷ്ടനായ ഭഗവാൻ അവനെ സർവാനുഗ്രഹങ്ങളും ഏകിക്കൊണ്ട് അന്തർധാനം ചെയ്തു. ധ്രുവൻ തിരികെ പിതാവിന്റെ അരികിലെത്തുകയും ഭഗവാനെ ദർശിച്ചിട്ടും മായാബന്ധത്തിൽ അകപ്പെടുവാനുള്ള വിധിയാണല്ലോ തനിക്ക് ലഭിച്ചതെന്നോർത്ത് ധ്രുവൻ അങ്ങ് പശ്ചാത്തപിച്ചു. കുമാരൻ തിരികെ എത്തുന്നത് അറിഞ്ഞ് സർവരും ആഹ്ലാദചിത്തരായി. സുരുചിയുടെ മനസ്സും ആ സമയം കൊണ്ട് പാടെ അങ്ങ് മാറി. ഏവരും സന്തോഷപൂർവം ധ്രുവനെ അങ്ങ് സ്വാഗതം ചെയ്തു. കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ഉത്താനപാദൻ ധ്രുവന് രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ചതിന് ശേഷം വനവാസത്തിന് അങ്ങ് പോയി. അവിടെ ഈശ്വര ഭജനത്തിൽ മുഴുകിക്കൊണ്ട് പരമാനന്ദം പോവുകയും ചെയ്തു. ധ്രുവൻ ശൈശുമാരൻ എന്ന രാജാവിന്റെ പുത്രിയായ ഭ്രമിയെ വിവാഹം ചെയ്യുകയും അവർക്ക് കൽപ്പൻ, വത്സരൻ എന്നിങ്ങനെ 2 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. വായുപുത്രിയായ ഇളയിൽ ധ്രുവന് ഉൽക്കലൻ എന്നു പേരായ പുത്രനും ജനിച്ചു. ധ്രുവ സോദരനായ ആകട്ടെ ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തി. എന്നാൽ അവിടെ ദുഷ്ടനായ ഒരു ദൈത്യനുമായുള്ള പോരാട്ടത്തിൽ ഉത്തമൻ അങ്ങ് മരണം വരിച്ചു. പുത്രനെ തേടി ആരണ്യത്തിൽ അലഞ്ഞ സുരുചിയോ കാട്ടുതീയിൽ അകപ്പെട്ട് പരലോകം പോയി. തൻ്റെ സോദരനായ ഉത്തമൻ മരിച്ചു എന്ന വൃത്താന്തം ധ്രുവനെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തി. കുപിതനായ ധ്രുവനോ സന്നാഹങ്ങളോടുകൂടി യക്ഷന്മാരെയും രാക്ഷസന്മാരെയും നേടുവാൻ വേണ്ടി യാത്ര തിരിച്ചു. അളകാപുരിക്ക് അടുത്ത് നടന്ന ഘോര സംഘട്ടനത്തിൽ അസംഖ്യം ദൈത്യന്മാരെ ധ്രുവൻ അങ്ങ് വധിച്ചു. ഇനിയും യുദ്ധം തുടർന്നാൽ യക്ഷദൈത്യ വംശങ്ങൾ പാടെ നശിക്കുമെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ നാരായണൻ ഗരുഡാരൂഢനായ ധ്രുവന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും തത്വോപദേശം നൽകുകയും എല്ലാം ചെയ്തു. ഭഗവാന്റെ ആജ്ഞാനുസരണം ധ്രുവൻ യുദ്ധം അങ്ങ് അവസാനിപ്പിച്ചു. ധ്രുവന് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് ചെയ്തത്. പ്രഭു, അങ്ങയെ സദാകാലവും അഹക്കാമ്പിൽ ദർശിക്കുവാനുള്ള അനുഗ്രഹമേകുക. അങ്ങയിൽ എനിക്ക് സദാ ഭക്തി ഉണ്ടാകുവാൻ എന്നെ അനുഗ്രഹിക്കണം. ധ്രുവന്റെ അഭ്യർത്ഥന കേട്ട മാത്രയിൽ ഭഗവാൻ അത് അംഗീകരിച്ചുകൊണ്ട് അന്തർധാനവും ചെയ്തു.
ഭക്തിക്ക് യാതൊരുവിധ ന്യൂനതയും വരാതെ ധ്രുവൻ ദീർഘകാലം രാജ്യം ഭരിച്ചു. ശേഷമോ പുത്രനായ ഉത്കലനെ രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് തീർത്ഥാടനത്തിന് അങ്ങ് ഇറങ്ങുകയും ഒടുവിൽ ബദരിയാശ്രമത്തിലെത്തി വിഷ്ണു ഭജനത്തിൽ മുഴുകുകയും ചെയ്തു. തുടർന്നോ വിഷ്ണുദൂതന്മാർ കൊണ്ടുവന്ന തേരിലേറിക്കൊണ്ട് ധ്രുവൻ മോക്ഷപദം നേടി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.